ബി.ജെ.പിയിലെ മേഖലാ സംഘടനാ സെക്രട്ടറിമാർക്കെതിരെയും മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറിക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി ബി.ജെ.പിയുടെ ഔദ്യോഗിക നേതൃത്വം രംഗത്തെത്തി. അതായത് ചട്ടങ്ങൾ ലംഘിച്ച് ബി.ജെ.പി കോർ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറിക്കെതിരെയാണ് സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ആർ.എസ്.എസിൻ്റെ സംഘടനാ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടും ഇങ്ങനെ ഒരാൾ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ളതും വളരെ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ജില്ലാ അധ്യക്ഷന്മാർ കോർ കമ്മിറ്റി വിളിച്ചത് കീഴ്വഴക്കം ലംഘിച്ചാണെന്നും സംസ്ഥാന കമ്മിറ്റി പറയുന്നു. മേഖലാ സംഘടനാ സെക്രട്ടറിമാർ എങ്ങനെ ഈ മീറ്റിങ്ങുകൾ വിളിക്കാൻ ജില്ലാ പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയെന്നും അവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും ബി.ജെ.പി ഔദ്യോഗിക നേതൃത്വം ആവശ്യപ്പെട്ടു. സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റിയ ഒരാൾ എങ്ങനെ പാർട്ടിയുടെ പരമോന്നത മീറ്റിംഗായ കോർ കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. മേഖലാ സംഘടനാ സെക്രട്ടറിമാരുമായുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടുപ്പിച്ചുള്ള വിനോദയാത്രയും ഇപ്പോൾ വലിയ തോതിൽ വിവാദത്തിലായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ സെക്രട്ടറിമാർ വിനോദയാത്ര പോകുന്നത് മൂന്നാം തവണയാണ്. പാർട്ടി പണം ചെലവാക്കി പാർട്ടി വാഹനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിനോദയാത്ര പോകുന്നത് എന്ത് കീഴ്വഴക്കമാണെന്ന് ബി.ജെ.പി ഔദ്യോഗിക നേതൃത്വം കേരളത്തിലെ ബി.ജെ.പിയോട് ചോദിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രവർത്തകർ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിലൊന്നും പങ്കാളിയാവാതെ ആ മേഖലയുടെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിനോദയാത്രയിലാണെന്നും ഇവരൊക്കെ പാർട്ടി പണം ദൂർത്തടിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം ശക്തമായി ഇപ്പോൾ വരുന്നുണ്ട്. മേഖലാ സംഘടനാ സെക്രട്ടറിമാരുടെ കണക്കിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും ഭാരവാഹികൾക്കിടയിൽ വളരെ തോതിൽ ചോദ്യം ചെയ്യൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. സംഘടനാ സെക്രട്ടറിമാർ പാർട്ണർഷിപ്പിൽ കർണാടകയിൽ നടത്തുന്ന ഫാം ഹൗസിനും കൃഷിക്കുമുള്ള വൻ മൂലധനം ഇവർക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്നും മുഴുവൻ സമയ പ്രവർത്തകരായ ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ബിസിനസ് നടത്താൻ സാധിക്കുന്നതെന്നും ഭാരവാഹികൾ ചോദ്യം ഉന്നയിച്ചു. സംസ്ഥാന നേതൃത്വത്തിലെ ബി.ജെ.പിക്കെതിരെ ശക്തമായ രീതിയിലാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഔദ്യോഗിക നേതൃത്വം ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇവർ പാർട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇവർ സ്വകാര്യ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള വലിയ തോതിലുള്ള വിമർശനം വന്നതോടെ ഇരുവിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായിട്ടുണ്ട്. ആർ.എസ്.എസ് പ്രചാരകർ അല്ലാത്ത മേഖല സംഘടനാ സെക്രട്ടറിമാരെ പുറത്താക്കാൻ, അതായത് ആർ.എസ്.എസിൻ്റെ പ്രചാരകർ എന്ന് പറയുന്ന അവരുടെ ഔദ്യോഗിക വിഭാഗമാണ്. അതിൻ്റെ കേഡറല്ലാത്ത മേഖലാ സെക്രട്ടറിമാരെ പുറത്താക്കണമെന്ന ആവശ്യവും നേതാക്കൾ ഇതോടുകൂടി ഉന്നയിച്ചിട്ടുണ്ട്. മുൻ സംഘടനാ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ എം.ടി. രമേശ്, പി.കെ. കൃഷ്ണദാസ്, എൻ. രാധാകൃഷ്ണൻ, കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ, ബി. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ എല്ലാവരും വിട്ടുനിന്നിരുന്നു. അതായത് സുഭാഷ് ആയിരുന്നു ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന സംഘടനാ മേഖലാ സെക്രട്ടറി. ഇദ്ദേഹത്തെ വലിയ തോതിലുള്ള വലിയ ചില പ്രശ്നങ്ങളുടെ പേരിൽ കൃത്യമായി മാറ്റി നിർത്തി ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവമെല്ലാം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ ആർ.എസ്.എസ് വലിയ തോതിൽ അസ്വസ്ഥരാണ്. ഇതിനിടയിലാണ് മേഖലാ സെക്രട്ടറിമാർ വയനാട്ടിലടക്കം മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പമുള്ളവർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ അതിൽ പങ്കാളികളാകേണ്ടവർ അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടവർ ഇപ്പോൾ കൃത്യമായി ഈ സമയത്ത് ഒരു വിനോദയാത്ര പോയിരിക്കുകയാണ്. അത് ആഡംബരമായ യാത്രയാണ് നടത്തുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനവും സംഘടനാ സെക്രട്ടറിമാർക്കെതിരെയുള്ള നടപടിയും ആവശ്യപ്പെട്ട് ഒരു വിഭാഗവും വലിയ തോതിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കലുഷിതമായ രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിലെ ബി.ജെ.പിക്കുള്ളിൽ കാണാൻ സാധിക്കുന്നത്.